ഷൺമുഖന്റെ ഹെൽപ്പ്, കോഓപ്പറേഷൻ അത് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ ഉണ്ടെങ്കിൽ അല്ലേ അശോക്, നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനാവും. മോഷ്ടാക്കളും തെമ്മാടികളും ഇല്ലാത്ത സങ്കല്പ സുന്ദര നഗരമൊന്നും നമ്മൾ വിചാരിച്ച ഒരു നാളുകൊണ്ട് കെട്ടിപ്പൊക്കാനാവില്ല. പക്ഷേ ഇന്ന് ഈ സിറ്റി ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം വാടക ഗുണ്ടാ സംഘങ്ങളാണ്. പണമുള്ള ആർക്കും അവരെ ഉപയോഗിക്കാം. ആർക്കെതിരെയും കയ്യോ കാലോ തലയോ വെട്ടാം, പണം പിരിക്കാം, വാങ്ങിച്ച പണം കൊടുക്കാതിരിക്കാം, കൊല്ലാനും വളരാനും അവരെ ഉപയോഗിക്കാം. പറയൂ ഷൺമുഖൻ, ഈ സിറ്റിയുടെ താഴെത്തട്ടിലെ ജീവിതവും അതിന്റെ പൾസും നന്നായി അറിയാവുന്ന ഷൺമുഖൻ വിചാരിച്ചാൽ നമുക്ക് ചെയ്യാനാവില്ലേ പലതും? നിങ്ങൾ രണ്ട് സാറന്മാരെയും ഷൺമുഖൻ ഇഷ്ടമാണ് എന്ന് വെച്ചാ വാങ്ങുന്ന ശമ്പളത്തോട് കൂറും നെറിയും കാട്ടുന്നവരാ രണ്ടുപേരും. ഞാൻ ആ കൂട്ടത്തിൽ പെടുകയില്ല. പോലീസുകാരുടെ തൃപ്തിക്ക് വേണ്ടി പോലീസായവനാ ഷൺമുഖൻ. സാറ് പറയുന്ന ഈ പട്ടണത്തിന്റെ താഴെ തട്ട്, അതായത് അഴുക്കുചാലി കിടന്ന് വളർന്നവനാ ഞാൻ. പഴയ കരിവണ്ടിയുടെ മണമുള്ള ഒരു ഓർമ്മയുണ്ട്. 3-ാം വയസ്സിൽ പിച്ചുറക്കാത്ത കാലുകളോടെ തള്ളയാര് തന്തയാരെന്നറിയാതെ ആരിവിടെ കൊണ്ട് ഉപേക്ഷിച്ചു, ആരുടെ കൈവരലിന്ന ആരുടെ മടിയുന്ന ബന്ധം വിട്ടുപോയെന്നറിയാതെ പകച്ചു നിന്ന ചെക്കന് പറയാനൊരു പേര് പോലും ഉണ്ടായിരുന്നു. വാതുരുത്തി കോളനിയില് ഒരു കുഷ്ഠരോഗി പിച്ചക്കാരുണ്ടായിരുന്നു, ഒരു പാണ്ടി. 6 വയസ്സ് വരെ അന്നം തന്ന തന്ത. അങ്ങേരാ ഷൺമുഖൻ എന്ന് വിളിച്ചത്. അങ്ങേര് ചത്തേ പിന്നെ ഒരു ദിവസം ബസ് സ്റ്റാൻഡിൽ തെണ്ടിക്കൊണ്ടിരുന്നപ്പോഴാ പോക്കറ്റ് അടിച്ചെന്നും പറഞ്ഞ് പിടിച്ചത്. പിടിച്ച പോലീസുകാരൻ ലാത്തിക്ക് തല്ലി ഇടത്തേക്കാലിൽ എല്ലു പൊട്ടിച്ചു. പുണ്ണും പഴുപ്പുമായി കാലും വലിച്ചു നീട്ടി തെരുവ് നായെ പോലെ നടന്നവനെ വിളിച്ചോണ്ടുപോയി ആഹാരം തന്നതും സ്കൂളിന്റെ പടി കടത്തി വിട്ടതും ആശാനെന്ന് വിളിക്കുന്ന, മനസ്സിൽ ദൈവത്തിന് സമമായി കാണുന്ന മനുഷ്യനാണ്. ഈ ലോകത്ത് ഷൺമുഖൻ ആരുടെയെങ്കിലും മുന്നിൽ തല കുനിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും വാക്കിന് കീഴ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാത്രമാണ്. മറ്റൊന്നിനും ഷൺമുഖനെ മാറ്റാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞത് ഷൺമുഖനെ വിട്ടേക്കെന്റെ സാറന്മാർ. ഈ പട്ടണമല്ല, ഈ ഭൂമി മുഴുവൻ തെരുവിലെ കറുപ്പിൽ കഴിയുന്ന, ലോകം തെമ്മാടികളെന്ന് വിളിക്കുന്ന, വയറ് വിശന്ന് സഹിക്കാതെ ചായക്കടയിലെ കണ്ണാടി പാത്രം എറിഞ്ഞുടച്ച് കണ്ണിൽ കണ്ടത് വാരിത്തന്ന് കള്ളനാക്കപ്പെട്ട വർഗം. പിന്നെ ഗുണ്ടകൾ. ആൺഗുണ്ടയ്ക്ക് പെൺഗുണ്ടയിൽ ജനിച്ച വിചിത്ര ജന്തുക്കളൊന്നും അല്ല ഗുണ്ടകള്. കൂലിയും പിന്നെ മൂർച്ചയുള്ള ഇരുമ്പും കൈ കൊടുത്ത് രാഷ്ട്രീയക്കാരനും ബ്ലേഡ് കമ്പനിക്കാരനും കള്ളു കച്ചവടക്കാരനും കൂടെ ഉണ്ടാക്കിയതാ ഗുണ്ടകളെ. പിന്നെ ചില പേ പിടിച്ചവന്മാരുണ്ട്, ചങ്ക് കുത്തിക്കീറിട്ട് കിട്ടുന്നതിന് മാത്രമേ തീറ്റ മേടിച്ച് തിന്നൂന്ന് തീരുമാനിച്ചിട്ടുള്ള പിഴകള്. എല്ലാരും കൂടെ തല്ലി തകർക്കട്ടെ, എനിക്കെന്ത് ചെയ്തം? എനിക്ക് പോണം. ആ പിന്നെ സാറിനോടൊരു കാര്യം, എന്നും എവിടെയും വടിവാളിന്റെയും കട്ടപ്പാരുടെയും മുന്നിൽ നിന്ന് രക്ഷിക്കാൻ ഷൺമുഖൻ എത്തിയെന്ന് വരില്ല. ചോര കണ്ട് അറപ്പ് തീർന്നവന്മാരെ കുറുക്കാൻ ഒരു മുഴം കയറുമായിട്ട് ഒറ്റക്കിറങ്ങരുത്. ചില്ലിട്ട പടമാക്കി പൂച്ചത്രക്കെ കയറ്റുമ്പോൾ. ഇല്ല സർ, അയാളുടെ ഉള്ളിൽ ഒരുപാട് മുറിവേറ്റ ഒരു പാവ മനുഷ്യനുണ്ട്. ഞാൻ അയാളെ വിടില്ല. ഷൺമുഖൻ ഒരു വഴിയാണ്, നമ്മൾ തേടി നടക്കുന്നവരുടെ അരികിലേക്ക് എത്താനുള്ള ഏക വഴി. ഹലോ സർ, ഞാൻ അയാളുടെ വീട്ടിലുള്ളത്. ഇല്ല, മറ്റൊരു കാര്യം, അയാളുടെ കൂടെ ഇടം വരെ പോകാനുണ്ട്. എന്നിട്ട് വിളിക്കാം. ഓക്കെ സർ, ബൈ. എന്താ സാറേ, വന്നിട്ട് കുറെ നേരമായെന്ന് പറഞ്ഞു മോമാലി? ഓ ചുമ്മാ ഈ വഴി പോയപ്പോ ഒന്ന് കയറിയതാ. അന്നേ കണ്ടു, അവളുടെ ചിത്രം വരെ കണ്ടു, അങ്ങനെ അങ്ങ് ഇരുന്ന് പോയി. ഇന്നൊരു ബോറൻ ദിവസം. വെള്ളം അടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതും തനിച്ചാവുമ്പോ ചീഞ്ഞ പരിപാടിയാ. താനെന്താ പ്രോഗ്രാം? എനിക്കൊരു കല്യാണ വീട് വരെ ഒന്ന് പോകാനുണ്ടായിരുന്നു. ആ എന്നാ ഞാനും വരാം. അയ്യോ, അത് സാറിന് പോകാൻ പറ്റിയ ഒരു വീടല്ല, ഏരിയല്ല, പാവത്തങ്ങളുടെ ഒരു സെറ്റപ്പാ. ഷൺമുഖ, എനിക്കങ്ങനെ കൊമ്പത്തെ കല്യാണത്തിന് പോയി മാത്രമല്ല ശീലം. തനിക്ക് എന്നെ കൂട്ടാൻ കുഴപ്പമില്ലെങ്കിൽ ഞാൻ റെഡിയാ. പിള്ളേര് സെറ്റിന്റെ വെള്ളവടിയും അൽക്കുലത്തൊക്കെ ആയിരിക്കും. ആട്ടേന്നേ, നമുക്കൊന്ന് തല കാണിച്ചെങ്കിൽ പോരാ. ഹാ, താൻ എന്റെ ഒരു സുഹൃത്തായിട്ട് കൂട്ടി ഷൺമുഖ. എന്നാ പോര്, ഇറങ്ങണേന് മുമ്പ് പറഞ്ഞ് പിടിപ്പിക്കണം. 2 എണ്ണം, ബാക്കി അവിടെ ചെന്നിട്ട്. ഇതേതാണ്ട് ഉടായ്പിനുള്ള കോളാ.
ഹലോ, രാവിലെ എപ്പോ നിവർന്നു? ഇന്നലെ അന്യായ താങ്ങായി പോയി. ഒന്ന് വേർത്തില്ലെങ്കിലേ ഇന്നത്തെ ദിവസം പോക്കാ. കൂടുന്ന ഷൺമുഖ. എനിക്ക് ഇന്നലെ തോന്നി ഉടായ്പ വിലക്ക് ഇറങ്ങിയാണെന്ന്. ആ ചെറുക്കനെ എങ്ങോട്ട് കൊണ്ടുപോയി? ഏത് ചെറുക്കൻ? നമ്പർ വേണ്ട, ഇന്നലെ പൊക്കിക്കൊണ്ടുപോയവനെ എങ്ങോട്ടാ കടത്തിയെന്ന്. താൻ എന്തായി പറയുന്നത്? ആരെ പൊക്കിന്നാ? എന്റെ എളിയിൽ കയറി ഇരുന്ന് പണി കൊടുക്കായിരുന്നല്ലേ? ഇയാളുടെ കെട്ടിറങ്ങിയില്ലേ? ഒന്ന് ഓടി വേർക്ക്, ലെവലാവും. ഈ ഓട്ടം വേർത്ത് പതവരാനാ. ഷൺമുഖ, താങ്ക്സ്. ഇന്നലത്തെ രാത്രിക്ക് അമ്പലക്കര തെച്ചിക്കാവില് പൂരം. 59 കൊമ്പന്മാരുടെ പൂരം. ഒരു പേര്, അത് മാത്രമേ ഞങ്ങൾക്ക് അറിയണ്ടു. എന്നെ കൊല്ലാൻ നിനക്കും കൂട്ടർക്കും കൊട്ടേഷൻ തന്നത് ആര്? പറയടാ, പറയടാ ബാബു, പറ. എനിക്കൊന്നും അറിയില്ല. വേദന ഉണ്ടോടാ? ഹലോ. സാറാ കോളിയാ, ഞാനിവിടെ ഹാർബറിൽ തന്നെ ഉണ്ട്. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. SI അശോക് നമ്മുടെ ബാബുവിനെ പൊക്കി അകത്തിട്ടിരിക്കുക. നമ്മുടെ ബാബുനെ? സ്റ്റേഷനിലൊന്നും അല്ല, ആന്റി ഗുണ്ടാസിന്റെ ഏതോ സ്ഥലമാണ്. എന്നിട്ട് എന്താ പന്നി എന്നെ അറിയിക്കായിരുന്നത്? ഇറങ്ങിപ്പോരെന്ന് കരുതി കാത്തതാ. അവനെ സ്കെച്ച് ചെയ്യണം ആ SI. ആ കരടിയോടൊന്ന് ലൈനിൽ വരാൻ പറ. ഷറഫുദ്ദീൻ, നിന്നെ വിട്ടയച്ചു. എവിടെ വെച്ച് തമ്മിൽ മീറ്റ് ചെയ്യാം അത് മാത്രം പറയാ. കൂടുതൽ വല്ലതും വല്ല കോഡ് ഭാഷയിൽ എന്തെങ്കിലും സൂചന നൽകിയ എടുത്ത് ഞാൻ ദേ താഴേക്കിടും. ഷറഫേ, വിട്ടടാ, പറയടാ, നീ എവിടെ കാണും? ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഷൺമുഖനാ? പറയൂ ഷൺമുഖൻ. എവിടെ പോകുന്ന പോക്കാ? ഞാൻ തേവര ഫെറിയിൽ ചൂണ്ടയിടാൻ പോവാ. എന്താ? കളിതമാശ വിട്ട് എവിടേക്കാന്ന് പറഞ്ഞാൽ ഞാനും കൂടെ വരാം. ഒറ്റക്കുള്ള ഈ പോക്ക് അപകടമാവും. തന്നെ കൂടെ കൂട്ടാൻ പറ്റില്ല. കിട്ടുന്നതിലൊരു പങ്ക് വേണമെങ്കിൽ ഞാൻ വീട്ടിലെത്തിക്കാം. അശോക്, പറയുന്ന കേക്ക്. പോവരുത്, പോയാ പണി കിട്ടും. ഷൺമുഖ, താൻ ഒരിക്കൽ പറഞ്ഞു കൊല്ലാനല്ലെങ്കിൽ ചാവാൻ തയ്യാറായി നടക്കുന്നവരെ കുറിച്ച്. ഈ യാത്രയിൽ ഞാനും അതെ. ഒന്നുകിൽ കൊല്ലും, എന്നിട്ട് ഞാൻ കൊണ്ടുവരും. അല്ലെങ്കിൽ ഇല്ലടോ, അങ്ങനെ ചാവില്ല അശോക്. ഫോൺ കിട്ടി. ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. എടാ ഡിക്സ, എവിടെടാ കരടി? ചൊത്തോ ഇല്ലാണോ? ഏതെങ്കിലും ഒരു ചെകുത്താനെ കിട്ടി എന്നെ വിളിക്കാൻ പറ. ഷറഫുദ്ദീൻ, അശോക് ശ്രീനിവാസ്, നമസ്കാരം. ഞങ്ങളെ തപ്പി കുറെ കാലായിട്ട് നടക്കുകയാണല്ലേ സാറേ? നൈസ് ടു സീ യു സാർ.
സെമിത്തേരിയില് ജസ്റ്റ് മിസ്സണ്ട. ഇന്ന് പണിയാണ് മോനെ. Wish you good luck, Ashok. പ്രിയപ്പെട്ട സുഹൃത്തെ, എന്താ നിങ്ങളുടെ പേര്? എന്തിനാ ഒരു പേര്? നല്ലവനായ ശമരിയാക്കാരൻ, എ ബ്രേവ് ബ്രില്യൻ കോപ്പ്. കള്ളനും പോലീസും കളിയിൽ നിങ്ങൾക്ക് പോലീസിന്റെ വേഷമായിരുന്നു. നിങ്ങളത് ആത്മാർത്ഥമായിട്ട് തന്നെ അവതരിപ്പിച്ചു. പക്ഷേ മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചുകൊണ്ട് കളിയുടെ പ്രാഥമിക പാഠങ്ങൾ മറന്നുകൊണ്ടുള്ള നിങ്ങളുടെ ഈ പോക്ക് അതിവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. സോ യു ആർ ഡിസ്മിസ്ഡ്. ഇത് കാണാൻ, ഇതാണ് നിങ്ങൾക്കുള്ള ചുവപ്പ് കാർഡ്. പോയി പുറത്തിരിക്കൂ സുഹൃത്തെ. ഞങ്ങൾ ഈ ഡെഡ്ലി ഗെയിം തുടരട്ടെ. കൊല്ലുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് പരിചയപ്പെടുത്ത്. നിന്റെ ആ വൃത്തികെട്ട പേരൊന്ന് പറ. പടവീടൻ, ഡെവിൻ കാർലോസ് പടവീടൻ. മുടക്കാത്ത ജീവിതാസക്തികൾ തൂങ്ങി മരിച്ച വഴിയമ്പലങ്ങളിൽ കാരമുള്ളിന്റെ കിരീടവും ചൂടി നാം തേടി നടന്നത് സൗഖ്യമോ മൃത്യുവോ? ഇറങ്ങി തെരുവിൽ അലഞ്ഞടക്കുന്ന കുട്ടിയെ ശാസിക്കും പോലെ പുറകെ നടന്ന് ഞാൻ പറഞ്ഞു. കേട്ടില്ല. പേപ്പട്ടികൾ വാഴുന്ന ഇടവഴികളിൽ നിന്നെ കാത്തിരിപ്പുണ്ട മരണം എന്നുകൂടെ ഞാൻ പറഞ്ഞു. പക്ഷെ നിനക്ക് ധൃതിയായിരുന്നു ഒരു കത്തിമനയിൽ ഒടുങ്ങാൻ. എനിക്കെന്ത് ചെയ്തം? ആർക്കെന്ത് ചെയ്തം? കൂടപ്പുറപ്പിന്റെ ശവം കാണുമ്പോൾ ഒരുത്ത നെഞ്ചുകരി കരയുമായിരിക്കും. കരയട്ടെ. ഷൺമുഖനിന്റെ കന്നിക്കാഴ്ചയൊന്നുമല്ല. പക്ഷേ എവിടെയോ ഉള്ളിലൊരു നീറ്റല്, നെഞ്ചിലൊരു കലക്കം. അതെടാ പന്നി, നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാ. പിഴച്ചുപോയ ലോകത്തിലെ തന്തയില്ലാ കഴിവറുകൾക്ക് ഗുണവതിയാരം ചൊല്ലിക്കൊടുക്കാൻ ഇറങ്ങിയ മൊണ്ടം കൊണോപ്പൻ.
എന്നോട് സംസാരിക്കരുത്. വാ തുറക്കരുതെന്ന്. കുമ്പാരി വാ, പിള്ളേരൊന്ന് വെളിയിലേക്ക് നിൽക്ക്. ഏത് പന്നി പറ്റവനാണ് അത് ചെയ്യുന്നത്? നീയൊക്കെ സ്വന്തം തീരുമാനം അനുസരിച്ച് പണി തുടങ്ങിയല്ലേ? കുമ്പാരി വീട് വീട്, ഞാൻ പറഞ്ഞത് കാലെറിഞ്ഞ കഴിവേറ മക്കള് പോകാനല്ലേ പറഞ്ഞത്. കുമ്പാരി വാ, ഒരെണ്ണം അടുത്തങ്ങോട്ട് വീശ്. അതിനും വേണ്ടി ആ പയ്യനൊന്നും ചെയ്തില്ലല്ലോ മച്ചാനെ. മുമ്പൊന്ന് വിരട്ടിവിടാൻ നോക്കിയപ്പോ അന്ന് കുമ്പാരി കൃത്യമായിട്ട് ചാടി വന്ന് രക്ഷപ്പെടുത്തി. ഇതും തട്ടണമെന്നും അവന്മാര് കരുതിയിട്ടുണ്ടാവില്ല. കള എന്റെ ആരാവനെന്ന് ചോദിച്ചാ ആരും ആയിട്ടല്ല മച്ചാനെ. തനിക്ക് വേണ്ടിയാ പണ്ട് ഇവന്റെ ചേട്ടനെ ഞാൻ കോളേജിലിട്ട് കുത്തി പുറം പൊളന്നത്. അതാ വേണ്ടായിരുന്നു. ഈ കുരിപ്പ് കിടാങ്ങളെ നിലത്ത് നിർത്തിയിട്ടില്ലെങ്കിലേ മച്ചാനെ തന്നാണ് എന്റെ കൈക്ക് പണിയാവേ. അവന്മാര് തറയിലേ നിൽക്കൂ, അങ്ങനെ നിർത്തൂ. ഇതങ്ങനെ പിടിക്ക്. നല്ല ചെറുക്കനായിരുന്നു അറിയാം, പക്ഷെ അത്രയും നല്ലവന്മാരെ നമുക്ക് ആവശ്യമില്ല കുമ്പാരി. ഇതങ്ങനെ പിടിച്ചേ, പിടിക്ക്. Get in. ഇൻസ്പെക്ടർ പയ്യനെ കൊന്നവൻ പോലീസിന് സറണ്ടർ ചെയ്യണമെന്നാണ് കുമ്പാരി പറയുന്നത്. മച്ചാനെ പോലീസിൽ ഇപ്പോഴും തന്തക്ക് പറഞ്ഞവന്മാര് ബാക്കി നിൽക്കുന്നുണ്ട്. ആ കമ്മീഷണർ എങ്ങനെ ഇക്കാര്യത്തിൽ രാജിവെച്ചാ പിന്നെ അവന്മാര് നോക്കി നിൽക്കില്ല, തൂക്കും. പണിഞ്ഞവൻ ആരായിരുന്നാലും. അത് ശരിയാ, പിന്നെ ഇവിടെ കൊണ്ട് നിന്നൊന്നും വരില്ല. പോലീസുകാരോട് പുല്ലും ചെയ്യില്ല. ഇനി ആ കമ്മീഷണർ പോകണമെങ്കിൽ പറഞ്ഞോ. പന്നി ചുമ്മാ പുകയും മരുന്ന് അടിച്ചു കെട്ടിയ ധൈര്യത്തിൽ ഡയലോഗ് വിടല്ലേ. അതിനും മാത്രമുള്ള ദാദാഗിരി ഒന്നും എന്റെ കയ്യിലില്ല. നീയൊന്നും വളർന്നിട്ടില്ല. കുമ്പാരി, ഇൻസ്പെക്ടർ അശോകനെ കൊന്ന കേസ് തെളിയാണെങ്കിൽ തൂങ്ങേണ്ടത് ഞാനാ. എന്റെ കത്തിക്ക് അവൻ തീർന്നത്. അതെ, ഇവന്മാർക്ക് പറ്റാഞ്ഞിട്ടല്ല, പ്രാണം വിടുമ്പോഴുള്ള കരച്ചിലുണ്ടല്ലോ, അതിങ്ങനെ ക്ലോസ് റേഞ്ചിൽ കേൾക്കാൻ വേണ്ടിട്ട് ഞാനാ ചങ്കിനകത്തേക്ക് കത്തി കുത്തി ഇറക്കിയത്. ഞാൻ കീഴടങ്ങണോ? ഞാൻ കീഴടങ്ങണോ? വേണ്ടല്ലോ. അപ്പൊ പിന്നെ അടുത്ത പ്രശ്നം കുമ്പാരിയുടെ കമ്മീഷണറുടെ മുഖം രക്ഷിക്കലാണ്. അത് നടത്താം. ഒരുത്തനെ കിട്ടിയാ പോരെ, പ്രോപ്പർ അഡ്രസ് ഇല്ലാത്ത, പ്രോപ്പർ ഐഡന്റിറ്റി ഇല്ലാത്തൊരുത്തൻ. എന്താണ് പിള്ളേരെ? കിട്ടും, അത് ഞാൻ ഏറ്റു. എന്താ ഷൺമുഖ? എന്തേലും കാണിക്കും, എനിക്കറിയണ്ട. സാബു, നീ പറഞ്ഞവന്റെ ഡീറ്റെയിൽസ് എടുക്ക്. ഏതോ ഒരു ഇൻഫോർമർ ചെയ്യുന്ന ഒരു ഫോൺ കോൾ, പേരിനൊരു പ്രതിയെ കിട്ടിയ പിന്നെ എല്ലാ അന്വേഷണങ്ങളും അവലാദികളും ഞാൻ നിർത്തിക്കും. അതിന് അവനുപയോഗിക്കാം. മന്ത്രി ബ്രാഞ്ചിയെ ഒരു ചാപ്റ്റർ അങ്ങനെ തീർന്നു കിട്ടും, വളരെ ഭംഗിയായിട്ട്. ஒரு தடவை சொன்னா 100 தடவை சொன்னா முடிச்சிட்டு தரேன். 1000 செட் தரேன். அது காலேஜ் போயிட்டேன். அந்த சேல பாருங்க. வாங்க ப்ளீஸ். நான் வரேன். அண்ணா நானே கார்ல உங்களை உனக்கு சீட்டு கிடைச்சாச்சு. ஆமா, நீங்க வரைக்கும் என்ன பேசுனீங்க? என்ன சொன்னீங்க? ഷൺമുഖൻ, ഐ എം ലക്കി. ഇൻഡസ്ട്രേറ്റ് ചെയിനിലുള്ള മോഷ്ടാവാണ് പ്രതി. ഒരുപാട് മോഷണ കേസുകൾ കൂടി ഇതോടെ തെളിയും. ഇനി എന്തായാലും പ്രശ്നമല്ല, ആരെ വേണമെങ്കിലും ഫേസ് ചെയ്യാം. ഏത് പട്ടണത്തിന്റെയും ശാപമാണ് സാർ ഇങ്ങനെ മേൽവിലാസമില്ലാത്ത കുറെ ജനങ്ങൾ. ഊരും പേരും ഇല്ലാത്തവന്റെ വർഗത്തിൽ നിന്ന് നമുക്കൊരുത്തനെ മോഷ്ടാവാക്കാം, കൊലയാളിയാക്കാം. അവന് വേണ്ടി രംഗത്തിറങ്ങാൻ ഒരു കൊടിയുടെയും നിറവും ബലവും ഇല്ലാത്തടത്തോളം കാലം നമുക്ക് രക്ഷയാണ്.
പ്രതിയെ പിടിച്ചു എന്ന് സാറിന് ഈ ലോകത്ത് നോക്കി അഹങ്കാരത്തോടെ വിളിച്ചു പറയാം. ഷൺമുഖനോട് മാത്രം പറയും. പറഞ്ഞാൽ വെളുപ്പിന് 4:30 ഏറ്റുമാനൂർ ഫാസ്റ്റിൽ കയറി പൂച്ചത്രിക ജംഗ്ഷനിൽ ഇറങ്ങി കിഴക്കോട്ട് തിരിഞ്ഞു എന്ന് പറ എന്നെനിക്ക് തിരിച്ചു പറയേണ്ടി വരും. പോട്ടെ സാർ. கொல்லல சார், நான் கொல்லல சார். அந்த இன்ஸ்பெக்டர் எனக்கு தெரியாது சார். டோபி வேலை செஞ்சு போச்சிட்டு இருக்க சார். என்ன அடிக்காதீங்க சார். നോയിന്റെ മക്കളെ, ആരുടെ അമ്മയ്ക്ക് വയറ്റിലുണ്ടാക്കിയ കുറ്റമാണ് അവൻ ഏക്കേണ്ടത്? 3-ാം മുറ കട്ടിലെ കിടന്ന് തൊണ്ട നടക്കാൻ തുള്ളി വെള്ളം കിട്ടി ചാവിലിടാ നീയൊന്നും. പന്നിക്ക് പറഞ്ഞ കുരിപ്പുകളെ. கடவுளே, இன்னும் என்னென்ன கஷ்டத்தை என் தலையில எழுதி வச்சிருக்கோம் சாமி. എന്താടാ നമ്മ എഴുമലയെ പോലീസ്? പോടാ പോടാ, നിങ്ങളൊക്കെ അവന്റെ കമ്പനിയല്ലേ? എല്ലാത്തിനെയും പോലീസ് പൊക്കും. പോടാ, എവിടെയെങ്കിലും പോയി ഒളിക്കാൻ നോക്ക്. വാടി, നിന്റെ മാപ്പിള പാണ്ടിയാള് കൊള്ളാലടി. சார் உண்மையில அவர் ஒரு தப்பு செய்யல சார். ആ നീക്കറിയാതെ ഷൺമുഖൻ എന്ന് കേട്ടിട്ടുണ്ടോ നീ? നമ്മുടെ ബോസാ. ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ട് അവന് നിറക്കാൻ പറ്റും നോക്കട്ടെ. உங்களுக்கு கோடி புண்ணியம் கிடைக்கும் சார். അമ്മനെയും പെങ്ങളെയും തിരിച്ചറിയാൻ വയ്യാത്ത നായി. മോളെ ആന്റെ ബാബുവേട്ടന്റെ മോളെ, എന്താ പ്രശ്നം? നായ നീ എന്താ പാത്തു നോക്കണത്? ആശാന്റെ മൂഡ് എങ്ങനെയാ? നല്ല ഫസ്റ്റ് മൂഡല്ലേ? നീ ഇതുവരെ പിന്നീന്ന് കേട്ടിട്ടില്ലേ? ആരടാ മേ? ഡോഗ് ബാബു. മൂഡ് കാണാൻ നായിബോ, ഇവിടെ വാടാ വധൂരി. എന്നോട് മാപ്പാക്കണം. കോപ്പാക്കാൻ നിന്നെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ടെടുത്തത്? ആശാൻ വിക്ടറിയിൽ മുറി എടുത്തു നിറഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി ഇന്ന് എന്തെങ്കിലും നടക്കുന്നു. ദാ കൊണ്ടുവന്നിട്ടുണ്ടേ, നല്ല കിളിയാ കിളി. ഏത് വണ്ടിയിലെ കിളിയാടാ? നീ വലിയ കൊണാരടിക്കാൻ നിൽക്കാതെ കാര്യം പറഞ്ഞു തോല. വേണ്ടാന്ന് പറയരുത്, ഞാൻ കൊണ്ടുവന്നല്ലേ. ഐശ്വര്യമായിട്ടും തൊട്ട് ക്ലിയറൻസ് തരണം. കുറച്ചു കാലം പച്ചരി മേടിക്കും ഈ ഒരു ഐറ്റത്തെയും വെച്ച്. ഞാൻ വിളിക്കേ. വല്ല ബസ് സ്റ്റാൻഡിൽ ഇറങ്ങണ കൂതറാണെ നിന്റെ പൂച്ചത്തിർക്കാൻ വിളിക്കും. എന്നെ കൊന്നോ? ഒന്ന് തൊട്ടാ പിന്നെ എനിക്ക് തിരിച്ചു കിട്ടുമെന്നാ. ഞാൻ വിളിക്കേ. ഞാൻ താഴെ വണ്ടിയിലുണ്ടാവും. ആന്തോ വാ വാ, ബാബുവേട്ടല്ലേ വിളിക്കുന്നത്? അങ്ങോട്ട് ചെല്ലേ, അങ്ങോട്ട് ചെല്ലേ. ഒന്ന് വെട്ടത്തോട്ടും കടി. വെള്ളോടിക്കൂടി. വരണ ഒഴിച്ചങ്ങ് പിടിക്കടി. നീ എവിടെ നടി പാണ്ടിച്ചേ? എടി മൈഥിലി, നിന്നോടായി ചോദിക്കുന്നതൊക്കെ. சார், என் புருஷனை போலீஸ் பிடிச்சிட்டு போயிட்டாங்க சார். அவர் எந்த தப்பு செஞ்சதில்ல. எதுக்கு பிடிச்சாங்க, எங்க கொண்டு போனாங்கன்னு எதுவும் தெரியல சார். அந்த ஆளு தாங்க சொன்னாரு. சார் பார்த்து சொன்னா போதும், சார் நினைச்சா உன் புருஷனை வெளியே கூட்டிட்டு வந்துடலான்னு. அதனாலதான் நான் இங்க வந்தேன் சார். எனக்கு ரொம்ப பயமா இருக்கு சார். சார், நான் இன்னொருத்தனுடைய பொண்டாட்டி. என்ன தப்பா நினைச்சுக்காதீங்க சார். தயவு செஞ்சு என்ன விட்டுருங்க. உங்களை கெஞ்சி கேட்டுக்கிறேன். പന്നിക്ക് പറഞ്ഞ നായെ, ആ പെണ്ണിനെ അവിടെ താമസിക്കുന്നിടത്ത് ഉണ്ടാക്കണം. വഴി കച്ചവടത്തിനുണ്ടോ? ഇല്ല, വീട്ടിൽ കൊണ്ടാക്കാം. അവള് വാതിൽ അടച്ചിട്ട് ഞാൻ പോരും. ഇനി ആ പെണ്ണിനെ നീ കണ്ടു എന്നറിഞ്ഞ വെട്ടി പീസായി കളഞ്ഞ. വിളിച്ചിട്ടോടാ മോളെ. ആന്തേ പോവാ പോവാ നമുക്ക്. സാറേ, ആ തമിഴത്ത് വന്ന് കരയാണ്. താനെന്താ തമിഴ്നാട്ടിലേക്ക് പോകുന്നു?
ആ തമിഴത്തിൽ വന്നിന്ന് കരയണമെന്ന്. അതാ ചോദിച്ചത്, ഏത്? ഇന്നലെ നായ വിക്ടറി കൊണ്ടുവന്നില്ലേ, അവിടെ കണവനെ കാപ്പാത്തണമെന്നും പറഞ്ഞ് പോവാൻ പറഞ്ഞിട്ട് പോണില്ല. ആ കുരിശ് എങ്ങനെ ഇവിടെ എത്തി? சார் நீங்க மனசு வச்சா என் புருஷனை காப்பாத்த முடியும். அவர் இன்ஸ்பெக்டர் கொன்னுட்டு தான் எல்லாரும் சொல்றாங்க. அவரால் எறும்பு கூட கொல்ல முடியாது சார். நீங்க தான் தயவு பண்ணணும். എടി ഞാൻ നിന്റെ കണവനെ എന്ത് ചെയ്തെന്നാ? നീ എന്തിനാ ഇവിടെ വന്നെന്ന് കറിയുന്നേ? എടി ഞാൻ പോലീസ് ആണെങ്കിലും അങ്ങനെ ഒരു പോലീസ് അല്ല. നീ ഒരു കാര്യം ചെയ്യ്, സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടു. ചെല്ല്. இல்ல சார், நீங்க நினைச்ச என் புருஷன் எனக்கு கிடைப்பாரு. എന്റെ പേരിലേ ഷൺമുഖനുള്ളൂ, ഞാൻ കടവുളൊന്നുമല്ല. നീ സ്ഥലം ഇവിടെ നോക്ക്. പോ പോ. என் மானத்தை காப்பாத்தன உங்களால என் தாலியை காப்பாத்த முடியும் சார். ഇച്ചിരി മനുഷ്യപ്പറ്റി കാണിച്ച അവസാനം എനിക്ക് തന്നെ പാരയാവുന്ന സ്ഥിതിയാവരുത്. എടി എന്നോട് വന്ന് പരാതിപ്പെട്ട് കാര്യമില്ലാന്ന് നിന്നോട് ഞാൻ മലയാളത്തിലാ പറഞ്ഞത്. അതെനിക്ക് തമിഴ് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. ഇനി വേണമെങ്കിൽ മമാലി ഒന്ന് തമിഴ് പറഞ്ഞു കൊടുത്തേ. നീ വന്ന് ഇപ്പടി പോടി ഷൺമു സാർ കയറിയാട്ട്. മമ്മാലി തമിഴെടുത്ത് വീശാണ്ടല്ല, പെണ്ണാന്നൊന്നും ഞാൻ നോക്കിയല്ല. വീട്ടിക്ക് പോടി. നീ ഏതാടി? അവന്റെ പിത്തളാട്ടത്തിന് മയങ്ങി മടിക്കുത്ത് അഴിച്ചു കൊടുത്താ നീ? அம்மா அவர் உங்க பிள்ளையா அம்மா? അവൻ പിള്ളേനായിരുന്നല്ല, കണ്ണി ചോരലിയാച്ച 1-ാം നമ്പർ പെറുക്കിയ. ഇപ്പൊ കിണിങ്ങിട്ടൊന്നും കാര്യമില്ല. സൂക്ഷിക്കാനുള്ളത് പെണ്ണുങ്ങൾ സൂക്ഷിക്കണം.